ഗൈസ് അങ്ങനെ ദൃശ്യം 3 കണ്ടു. എനിക്കിതൊരു ആവറേജ് പടമായിട്ടാണ് തോന്നിയത്. കുറേ പേര് ഇതിന് പോസിറ്റീവ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു. പോസിറ്റീവ് തന്നെയാണ് പടം. പക്ഷേ ദൃശ്യം 1ഉം 2ഉം വെച്ച് നോക്കുമ്പം ഇതൊരു ആവറേജ് പടമാണ്. ഞാൻ ഈ സിനിമ ദൃശ്യം 2 പോലെ ഒരു പക്ക ക്ലൈമാക്സ് ഒക്കെ കാണുമെന്ന് പ്രതീക്ഷിച്ചാണ് കണ്ടത്. പക്ഷേ എനിക്കത് കിട്ടിയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 1ഉം 2ഉം തന്നെയാണ് സിനിമയുടെ. എന്തോ സിനിമയ്ക്കകത്ത് എന്തോ കുറവുള്ള പോലെ. ക്ലൈമാക്സിൽ നമുക്കൊരു ഞെട്ടൽ, എല്ലാവരും ആ ഞെട്ടൽ കാണാൻ വേണ്ടി തന്നെ ആയിരിക്കും പോകുന്നത്. ഈ ദൃശ്യം ഫ്രാഞ്ചൈസ് നമ്മൾ എന്തിനായിരിക്കും കാണുന്നത്? ആ ഒരു ക്ലൈമാക്സ് ട്വിസ്റ്റിന് വേണ്ടിയായിരിക്കും. ഫസ്റ്റ് ഹാഫ് ഒന്നും കാണത്തില്ലെന്ന് നമുക്കറിയാം. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ ക്ലൈമാക്സിൽ കൊണ്ട് കളഞ്ഞു എന്നേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണ്, ക്ലൈമാക്സ് നല്ല രീതിക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണും. പക്ഷേ എനിക്കെന്തോ, ഞാൻ 1ഉം 2ഉം വെച്ചാണ് ദൃശ്യം കാണാൻ പോയത്. ജിത്തു ജോസഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഡ്രാമയാണ്, അധികം എക്സ്പെക്റ്റ് ചെയ്യരുതെന്ന്. പക്ഷെ പുള്ളി ദൃശ്യം 2ലും അത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് കിട്ടിയ ഐറ്റം കൊടൂര ഐറ്റമായിരുന്നു. പക്ഷേ 3ൽ അത് കിട്ടിയില്ല. അത് മാത്രമാണ് എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്. പിന്നെ മേക്കിംഗ് ഒക്കെ ജിത്തു ജോസഫിൻ്റെ സ്ഥിരം മേക്കിംഗ് തന്നെയാണ്. പടം മൊത്തത്തിൽ ഒരു നല്ല പടം എന്ന് പറഞ്ഞാൽ ദൃശ്യം 1ഉം 2ഉം മാറ്റി നിർത്തിയാൽ അതിൻ്റെ താഴെ വരുന്ന ഒരു നല്ല പടം, ഒരു ഫാമിലി പടം. ക്ലൈമാക്സ് കുറച്ചൊക്കെ സംഭവം ഉണ്ട്, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ഓക്കെ.